കൊല്ലത്ത് വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ സ്ഥിരീകരിച്ച 7 വയസ്സുകാരിയുടെ നില ഗുരുതരമായി തുടരുന്നു എന്നത് തിരുവനന്തപുരം SIT ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ പെൺകുട്ടി. പട്ടിയുടെ കടിയേറ്റ അതേ ദിവസം തന്നെ ചികിത്സ തേടിയിരുന്നുവെന്നാണ് പെൺകുട്ടിയുടെ മാതാവ് പറഞ്ഞത്. 29-ാം തീയതി രാത്രി ആയപ്പോഴത്തേക്കും ഈ ബാക്കിലൊരു ചെറിയ മുറിവുണ്ടായിരുന്നു. അതിനകത്തൊരു കുത്തിവലി വന്നു. അങ്ങനെ കുത്തിവലി വന്നു. ബാക്കിയുള്ള മുറിവിനെല്ലാം കുത്തിവലിയായി. കൈ പിന്നെ വേദനയായി. അങ്ങനെ രാത്രി ഒരു 2 മണിയായപ്പോഴത്തേക്ക് ടെമ്പറേച്ചർ കൂടിയിട്ട് ഞാൻ മെഡിസിറ്റി തന്നെ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ മുറിവ് നോക്കിയിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, മുറിവെല്ലാം കരിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അവളെ സ്ഥിരം കാണിക്കുന്ന പുനലൂർ ഇപ്പോൾ വിജയ ജൂബിലി രാജൻ ജോർജ് സാറിനെ കൊണ്ട് കാണിച്ചു. സാറ് പറഞ്ഞു പട്ടി കടിച്ചതാണ്, അവൾക്ക് ഒരു 1.5 വയസ്സിൽ ഫിക്സ് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ടാബ്ലറ്റ് കൊടുക്കുന്നതുകൊണ്ട് പിന്നെ വന്നിട്ടില്ല. അപ്പോൾ റിസ്ക് എടുക്കട്ടെ, SITയിലേക്ക് ഇന്ന് തന്നെ പോകാൻ പറഞ്ഞു. അപ്പോൾ 1-ാം തീയതി ഉച്ചയോടെ ഞങ്ങളിവിടെ എത്തി കാഷ്വാലിറ്റി വന്നു. കുട്ടിയുടെ മാതാവിന്റെ പ്രതികരണമാണ് കണ്ടത്. അതേസമയം മറ്റൊരു വാർത്ത വരുന്നത് പെൺകുട്ടിയെ കടിച്ച നായ ചത്തു എന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചിട്ടുണ്ട് എന്നതാണ്. ഉമേഷ് ബാലകൃഷ്ണനും സുജിത് സുരേന്ദ്രനും വിശദാംശങ്ങളുമായി. ആദ്യം ഉമേഷ് ബാലകൃഷ്ണനിലേക്കാണ്. ഉമേഷ്, ഈ കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു എന്നതാണോ ആശുപത്രി അധികൃതർ പറയുന്നത്? ആദ്യ നിമിഷം തന്നെ ചികിത്സ തേടിയിരുന്നു, കൃത്യമായി തന്നെ വാക്സിൻ എടുക്കുകയും ചെയ്തു. അവസാന ഡോസ് എടുക്കുന്നതിന് തൊട്ട് മുൻപായി പനി ബാധിക്കുകയായിരുന്നു. ഇതാണോ മാതാവ് വ്യക്തമാക്കിയത്? തീർച്ചയായും കഴിഞ്ഞ 8-ാം തീയതിയാണ് ഇത്തരത്തിൽ നായയുടെ കടിയേൽക്കുന്നത്. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ താറാവിനെ ഓടിച്ചു വന്ന ഒരു തെരുവ് നായ കുട്ടിയെ കടിക്കുകയാണ്. കുട്ടിയുടെ കൈയുടെ എൽബോയുടെ മുകൾ ഭാഗത്തായിട്ടാണ് കടിയുണ്ടായത്. ഇതിൽ അന്ന് തന്നെ ചികിത്സ തേടിയിരുന്നു, അന്ന് തന്നെ വാക്സിൻ ആരംഭിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം 3 ഡോസ് വാക്സിനും എടുത്തു. അവസാന ഡോസ് വാക്സിൻ എടുക്കുന്നതിന് തൊട്ട് മുൻപാണ് പനി കൂടുകയും വിവിധ 2 ആശുപത്രികളിലേക്ക് പോവുകയും ഒടുവിൽ താലൂക്ക് ആശുപത്രിയിലെത്തി ഇത് ഈ പേവിഷബാധയാണ് എന്നുള്ള ഏകദേശ ധാരണ ഉണ്ടാവുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം SIT ആശുപത്രിയിലേക്ക് മാറ്റിയത്. എന്തായാലും ഇപ്പോൾ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി വളരെ ഗുരുതരമാണ്. ഇതോടൊപ്പം വെന്റിലേറ്ററിൽ തുടരുകയാണ്. ഇന്നലെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. നിലവിൽ കുട്ടിക്ക് അടിയന്തരമായി നൽകേണ്ട ഒരു മരുന്നുണ്ട്. നമ്മൾ മുൻപ് കോവിഡ് കാലത്തെല്ലാം കേട്ടിരുന്ന ഫ്ലൂവിന് നൽകിയിരുന്ന ഫെവിപിരാവിർ 200 mg അല്ലെങ്കിൽ 400 mg ഇഞ്ചക്ഷൻ. ആ ഇഞ്ചക്ഷൻ നൽകാൻ ഇപ്പോൾ ഈ പരിസരത്തൊന്നും ഈ മരുന്ന് ഇപ്പോൾ ലഭ്യമല്ല. നമുക്കും ഈ വാർത്ത കാണുന്ന ഏതെങ്കിലും തിരുവനന്തപുരം ഭാഗത്തുള്ളവരുണ്ടെങ്കിലും ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറുകളിലോ ഈ മരുന്ന് ഫെവിപിരാവിർ 200 mg or 400 mg അതിൻ്റെ ഇഞ്ചക്ഷനോ ഗുളികയോ ആണ്. ഈ ഗുളിക ഉള്ളവർ ബന്ധപ്പെടണമെന്നും കഴിയുമെങ്കിൽ നമ്മളെയോ അല്ലെങ്കിൽ ഈ വീട്ടുകാരുടെ ഫോൺ നമ്പർ നമ്മൾ കഴിയുമെങ്കിൽ ഷെയർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ബന്ധപ്പെടുകയും വേണം. നിലവിൽ കുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാന ഘട്ടമെന്ന നിലയിലാണ് ഇപ്പോൾ ഫ്ലൂവിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇപ്പോൾ കോവിഡ് കാലത്തെല്ലാം ഒരുപക്ഷെ ഈ പ്രദേശങ്ങളിലെല്ലാം മെഡിക്കൽ കോളേജിലെല്ലാം ലഭിച്ചിരുന്ന മരുന്നാണ്. പക്ഷേ ഇപ്പോൾ ഒരിടത്തും ഈ മരുന്നില്ല. എന്തായാലും കുട്ടിക്ക് ഈ ആദ്യഘട്ടത്തിൽ നായ കടിച്ചാൽ അല്ലെങ്കിൽ ഒരു പട്ടി കടിച്ചാൽ എന്താണോ ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ടത് അത്തരത്തിലുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ ഒരു വിഷബാധ സ്ഥിരീകരിക്കുന്നതിലേക്ക് കാര്യങ്ങളെത്തി. ഗുരുതരാവസ്ഥയിൽ കുട്ടി തുടരുകയാണ്. കുട്ടിയുടെ മാതാവാണ് അല്പം മുമ്പ് നമ്മളോട് സംസാരിച്ചത്. പക്ഷേ നിസ്സഹായ അവസ്ഥയിൽ തുടരുകയാണ് ഡോക്ടർമാരും. കാരണം മരുന്നിന്റെ പേര് ഒരിക്കൽ കൂടി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കായി. തീർച്ചയായും നമ്മൾ കോവിഡ് കാലത്തെല്ലാം ഫ്ലൂവിന് വേണ്ടി ഒരു അവസാന ഘട്ടത്തിൽ എല്ലാം ഉപയോഗിച്ചിരുന്ന ഫെവിപിരാവിർ എന്ന ഒരു മരുന്നുണ്ട്. 200 mg അല്ലെങ്കിൽ 400 mg. അതിൻ്റെ ടാബ്ലറ്റ് ആണെങ്കിലും ഇഞ്ചക്ഷൻ ആണെങ്കിലും മതി എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഈ പരിസരത്തുള്ള മെഡിക്കൽ സ്റ്റോറുകളിലെല്ലാം അന്വേഷിച്ചു, പക്ഷേ ഇവിടെ നിന്നും ഒരിടത്തും ലഭ്യമല്ല എന്നുള്ള മറുപടിയാണ് ലഭിച്ചത്. നമുക്കും അറിയാവുന്ന ഫാർമസിസ്റ്റുകൾക്കെല്ലാം അയച്ചു കൊടുത്തു. പലർക്കും സ്റ്റോക്കില്ല, ഒരിടത്തും സ്റ്റോക്കില്ല. കാരണം വീണ്ടും ഇത് ആവശ്യം വരുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നാണ് ഫാർമസിസ്റ്റുകളും പറയുന്നത്. പക്ഷേ എവിടെയെങ്കിലും സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടിക്ക് ഒരുപക്ഷെ ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരമുള്ള മരുന്ന് എടുക്കാൻ കഴിയുമെന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. എന്തായാലും ഫെവിപിരാവിർ 200 mg അല്ലെങ്കിൽ 400 mg ടാബ്ലറ്റ് ആണെങ്കിലും ഇഞ്ചക്ഷൻ ആണെങ്കിലും മതി എന്നാണ് പറഞ്ഞത്. എന്തായാലും അതിനുവേണ്ടി കുടുംബം ഇപ്പോൾ അത് ലഭിക്കാനുള്ള ഒരു ഓട്ടത്തിലാണ് അനുജ. അതെ, അതാണ് ആ മരുന്ന് ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും അടിയന്തരമായി വേണ്ടത്. അത് ആർക്കെങ്കിലും അങ്ങനെ ഒരു മരുന്ന് എവിടെയെങ്കിലും ഉള്ളതായി അറിയാമെങ്കിൽ അടിയന്തരമായി തന്നെ എത്തിക്കാനുള്ള നടപടികളിലേക്ക് കടക്കണമെന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുന്നത്. ആ നായ ചത്തു എന്ന വിവരം കൂടി പഞ്ചായത്ത് അധികൃതർ നൽകുന്നുണ്ട്.